എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കാനഡയിലെ കോളേജുകൾ അടച്ചുപൂട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് 2025 സ്റ്റഡി പെർമിറ്റ് വെട്ടിക്കുറയ്ക്കുന്നു. കാനഡയിലെ ഗുണനിലവാരമില്ലാത്ത കമ്മ്യൂണിറ്റി കോളേജുകളെ ലക്ഷ്യമാക്കി നടത്തിയ പുതിയ നയങ്ങൾ മികച്ച കാനഡയിലെ യൂണിവേഴ്സിറ്റികളെ നെഗറ്റീവായി ബാധിക്കുന്നു. ഇതിനു പുറമെ പോസ്റ്റ് സ്റ്റഡി വർക്ക് നിയമങ്ങളിലും മാറ്റങ്ങൾ വരുന്നു. കാനഡയിൽ എങ്ങനെയെങ്കിലും എത്തുക, പുറകെ കുടുംബത്തെ എത്തിക്കുക, ശേഷം കാനഡയിൽ സ്ഥിരതാമസം എന്നൊക്കെ സ്വപ്നം കാണുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. നമ്മൾ കാനഡയുടെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ചും നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ ഇന്ന് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായിട്ടുള്ള ജഗത് ജയപ്രകാശാണ്. കാനഡയിൽ നിന്നും നമ്മളോട് ചേരുന്നു. നമസ്കാരം. ജഗത്, കാനഡ 2025 സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോ വരുന്നുണ്ട്. ഒരുപാട് പേര് ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. 2025 സ്റ്റഡി പെർമിറ്റിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാനഡ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പൊ സ്റ്റഡി പെർമിറ്റ് റദ്ദാക്കുന്ന നടപടികൾ നടക്കുന്നു. അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം അഥവാ SDS ഇതിന്റെ റദ്ദാക്കലുകളുണ്ട്. എന്താണ് കാനഡയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് കാനഡയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കുക? ഇതെങ്ങനെയാണ് ഫോറിൻ വിദ്യാർത്ഥികളെ ബാധിക്കുക? ഇതെങ്ങനെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എഫക്ട് ചെയ്യുക? ജഗത്, ഇപ്പോഴത്തെ പുതിയ ഒരു ഇമിഗ്രേഷൻ നയം അനുസരിച്ച് ഫേസ് ഡൗൺ ആയിട്ട്, അതായത് ടെമ്പററി റെസിഡൻസിനെയും, അതായത് ടെമ്പററി റെസിഡൻസ് ഉദ്ദേശിക്കുന്നത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനെയും സ്റ്റുഡന്റ് പെർമിറ്റിൽ വരുന്നവരെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പുതിയ നയം. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഓരോ പ്രൊവിൻസിന് ബേസ് ചെയ്തിട്ട് അവർ സ്റ്റഡി പെർമിറ്റ് ക്യാപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം ഒന്റാറിയോ ആണ് കാനഡയിലെ ഏറ്റവും വലിയ ഒരു പോപ്പുലേഷൻ വൈസ് പ്രൊവിൻസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത്. അപ്പൊ ആ ഒരു പ്രൊവിൻസിനെ ബേസ് ചെയ്തിട്ട് അവർ ഒരു പ്രൊവിൻഷ്യൽ അലോക്കേഷൻ നടത്തുകയുണ്ടായി. അപ്പം എത്ര പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൊവിൻഷ്യൽ അലോക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രൊവിൻഷ്യൽ അലോക്കേഷൻ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്റാറിയോ പ്രൊവിൻസിന് വേണ്ടിയിട്ട് 1,41,000 സ്റ്റഡി പെർമിറ്റുകൾ മാത്രമേ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്റാറിയോ കഴിഞ്ഞാൽ പിന്നെ വലുത് ക്യൂബെക് ആണ്. അതൊരു ഫ്രഞ്ച് സ്പീക്കിംഗ് ഏരിയ ആണ്. അവിടെ ഏകദേശം 1,17,000, ബ്രിട്ടീഷ് കൊളംബിയ അതിനൊരു 83,000, പിന്നെ ആൽബർട്ട ഒരു 40,000, പിന്നെ മാനിറ്റോബ തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങൾക്കൊക്കെ 15,000, 20,000 വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കണക്കുകൾ നമ്മൾ 2023 നമ്മൾ തട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ റെഗുലേഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്റാറിയോ പോലുള്ള പ്രൊവിൻസുകളിൽ വലിയ ഒരു സ്റ്റുഡന്റ് സർജ് തന്നെ ഉണ്ടായി. ഇപ്പോ കോവിഡ് പാൻഡമിക്കിന് ശേഷം 2022-23 വർഷങ്ങളിൽ റെക്കോർഡ് ഇന്ത്യക്കാണ് ഇവിടെ സംഭവിച്ചത്. ഏകദേശം ഒരു 7 ലക്ഷത്തോളം സ്റ്റഡി പെർമിറ്റുകൾ 2023 തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ നിന്നുള്ള സ്റ്റുഡൻസ് തന്നെ ഏകദേശം 2 ലക്ഷത്തിന് മേളിൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സ്റ്റുഡൻസ് ബേസിക്കലി വന്നതെല്ലാം ഒന്റാറിയോ പോലത്തുള്ള വലിയ പ്രൊവിൻസിലോട്ടാണ് വന്നത്. അപ്പം ഈ പ്രൊവിൻസിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു പൊതുവെ ലിബറൽ ആശയങ്ങളിലോട് അടുത്ത് നിൽക്കുന്ന ഒരു ജനതയാണ് കാനഡയിലുള്ളത്. അപ്പൊ അവർക്ക് പോലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഈ സ്റ്റുഡന്റ് ഇൻഫ്ലക്സ് കൂടിയതിനെ തുടർന്നാണ് പിന്നീട് അവര് ഇമിഗ്രേഷൻ കൺട്രോൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡന്റ് പെർമിറ്റിൽ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ സ്റ്റഡിയിൽ ഏർപ്പെടാതെ തന്നെ മറ്റുള്ള ജോലിക്ക് പോകുന്നതും എൻറോൾ ചെയ്യാതെ തന്നെ അവര് ബങ്ക് ചെയ്യുന്നതായിട്ടുമൊക്കെ ഇവിടെ പലതരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായി. അതിന്റെ കൂടെ തന്നെ ഡിപ്ലോമ മിൽ സ്കാം എന്ന് പറഞ്ഞിട്ട് തന്നെ പല കൂട്ടിപ്പോറായി കമ്മ്യൂണിറ്റി കോളേജുകൾ, ഞാൻ ഇതിനു മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ പല തട്ടിക്കൂട്ട് കോഴ്സുകൾ തുടങ്ങിയ ശേഷം വലിയ ഹെഫ്റ്റി എമൗണ്ട് ഫീസ് ചാർജ് ചെയ്തിട്ട് അതിന്റെ ഒരു വലിയ എമൗണ്ട് കമ്മീഷൻസ് കൊടുത്തിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ കൊണ്ടുവന്നു. ആ കുട്ടികൾ പഠിച്ചു തീർന്നപ്പോ ആ ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടിയത്. ഈ കമ്മ്യൂണിറ്റി കോളേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു പോളിടെക്നിക്കൽ ITI പോലത്തുള്ള ഒരു സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അവർക്ക് മിക്കവാറും കമ്മ്യൂണിറ്റി കോളേജുകളൊന്നും നമ്മുടെ നാട്ടിൽ പോലെ BSc അല്ലെന്നുണ്ടെങ്കിൽ BCom അല്ലെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് കൊടുക്കാറില്ല. അപ്പൊ പകരം അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സും ഡിപ്ലോമയാണ്. 1 ഇയർ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ്, 2 ഇയർ കോഴ്സ് പഠിച്ച ഡിപ്ലോമ. അപ്പൊ ഈ 2 ഇയർ കോഴ്സ് ഡിപ്ലോമ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ കോളേജുകൾ അത് ദുരുപയോഗം ചെയ്യുന്നത് വെച്ചാൽ 2 ഇയർ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്ന് ഒരു 3 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റും അതിന്റെ കൂടെ തന്നെ അതിനോടൊപ്പം PR കിട്ടുമെന്നും പിന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാന്നൊക്കെ ഉള്ള കുറെ മോഹന വാഗ്ദാനങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് ഏറെക്കുറെയൊക്കെ ശരിയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം 2022 മുതൽ ഇങ്ങോട്ട് ഈ പാർട്ട് ടൈം വർക്കിനകത്ത് ഒരു വലിയ ലിബറൽ ആയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു കൊണ്ടുവന്നത്. കാരണം സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്കിന് പകരം ഫുൾ ടൈം വർക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെ ഇവര് കാര്യമായിട്ടുള്ള രീതിയിൽ ഈ എഡ്യൂക്കേഷൻ ഏജൻസികൾ മാർക്കറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഫുൾ ടൈം വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ കുട്ടികൾ വന്ന് 40 hours വർക്ക് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് കോളേജുകളിലൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പ്രോസ്പെക്ട് ദുരുപയോഗം ചെയ്യാന്നൊക്കെ വിചാരിച്ചു പല ആൾക്കാരും. അതിനെല്ലാം ഇപ്പൊ കൺട്രോൾ ആയി. ഇപ്പം വീണ്ടും സ്റ്റഡി പെർമിറ്റ് ഉള്ളവർക്ക് ക്ലാസ്സുകളുള്ള സമയത്ത് 24 മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. ആ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്തിനുള്ളിൽ കിട്ടുന്ന പൈസ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ മിഥ്യാധാരണയാണ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഉയർന്ന റെന്റും ജീവിത ചെലവൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വലിയ കഷ്ടപ്പാട്. അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സ്കില്ലുകൾ ഈ കുട്ടികൾ ഇല്ല. അതുപോലെ തന്നെ ജോബ് മാർക്കറ്റിൽ വേണ്ടുന്നതിനെക്കാട്ടി കൂടുതൽ സപ്ലൈ വന്നു ഈ ഫോറിൻ വർക്കേഴ്സിന്റെയും അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെയും. അപ്പൊ ഇതൊക്കെ വന്നതോടുകൂടി ഈ ക്രൈസിസ് പല മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഇപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ കാനഡ ഗവൺമെന്റ് മൊത്തത്തിലുള്ള ഈ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാന്നുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ട്രൂഡോയ്ക്ക് സപ്പോർട്ട് നഷ്ടപ്പെട്ടു. ട്രൂഡോ റിസൈൻ ചെയ്തു. പുതിയ പ്രൈം മിനിസ്റ്റർ ക്രോണി അധികാരത്തിലേറ്റു. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ സാഹചര്യം മൊത്തത്തിൽ ഒരു മോശമാവുന്നു എന്നുള്ള ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ വരെ മൊത്തത്തില് വാർത്തകളൊക്കെ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ കൺട്രോൾ കൊണ്ടുവന്നത്. അതിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് അവര് എയിം ചെയ്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റീസ് കൂടുതൽ റിക്രൂട്ട്മെന്റ് ഇന്ത്യ ബേസ് ചെയ്ത് റിക്രൂട്ട് ചെയ്യാതെ മറ്റുള്ള രാജ്യങ്ങളോട് ബേസ് ചെയ്ത് റിക്രൂട്ട് ചെയ്യണം എന്നുള്ള അവരുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി സംസാരിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യം എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിൽ റെസ്ട്രിക്റ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ പ്രോസ്പെക്ട്സ് ഉണ്ട്. ജെനുവിൻ കോളേജുകളോ യൂണിവേഴ്സിറ്റിയോസിലൊക്കെ നല്ല കോഴ്സുകൾ എടുത്ത് വരുവാണെന്നുണ്ട്. ഇപ്പം അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ സ്കിൽഡ് വർക്ക് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അല്ലെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, കാർപ്പൻട്രി, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫീൽഡ്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട AI, മെഷീൻ ലേണിംഗ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമെറ്റിക്സ്, അത് തന്നെ അതിന്റെ ഉപരിപഠനം എസ്പെഷ്യലി മാസ്റ്റേഴ്സ്, പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ PhD തുടങ്ങിയ അങ്ങനത്തെ ഉള്ള ഇതിന് ഇപ്പോഴും പ്രോസ്പെക്ട് ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ചാൻസ് ഉണ്ട്. ബട്ട് ഈ പറയുന്ന പോലത്തെ കമ്മ്യൂണിറ്റി കോളേജുകളുടെ തട്ടുകട സ്റ്റൈല് പരിപാടികളെല്ലാം ഇപ്പൊ ഗവൺമെന്റ് ഏകദേശം കൺട്രോളിലാണ്. ഗവൺമെന്റ് ഇപ്പൊ വിസ കൺട്രോൾ ചെയ്തപ്പോൾ തന്നെ പല കോളേജുകൾക്കും ഫിനാൻഷ്യൽ ക്രൈസിസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തുടർ പ്രശ്നങ്ങളും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പാരഡൈസ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റഡി നടത്താം. എസ്പെഷ്യലി പുറത്തേക്ക് പോയി പഠിക്കണം എന്നുള്ളവർക്കുള്ള ഒരു പാരഡൈസ് കൂടിയായിരുന്നു. ഉയർന്ന ജോലി സാധ്യതകൾ, സമാധാനപൂർണമായ ജീവിതമൊക്കെ ഒരു പിക്ചർ നൽകിക്കൊണ്ടാണ് പലപ്പോഴും ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ പോകുന്നത്. പക്ഷേ സ്റ്റഡി പെർമിറ്റ് റിഫ്ലക്ഷൻസിൽ 86% ഡിക്ലൈൻ ഇന്ത്യൻ സ്റ്റുഡൻസിൽ വരുന്നു. സത്യത്തിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോ ജഗത്ത് സംസാരിച്ചു. ഇതെങ്ങനെയാണ് കാനഡയിലെ ഫ്യൂച്ചറിനെ ബാധിക്കുക? അതായത് ഇപ്പൊ തട്ടിക്കൂട്ട് കോളേജുകൾ നിൽക്കുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കോളേജുകളിൽ ഉൾപ്പെടെ ഈ ഡിക്ലൈൻ ഓഫ് സ്റ്റുഡൻസ് വരുമല്ലോ. അപ്പൊ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതല്ലേ? അതെ, അത് പ്രാവിന് വെച്ച വലയിൽ സ്രാവ് വീണെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അവരുദ്ദേശിച്ചത് ഈ കമ്മ്യൂണിറ്റി കോളേജുകളെയും അങ്ങനത്തെ ഉള്ള തട്ടിക്കൂട്ട് ഡിപ്ലോമ മിൽ സ്കാം ഇത് നടത്തുന്നവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഗവൺമെന്റ് ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത്. ബട്ട് അത് ഇപ്പൊ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് ഇവിടുത്തെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. ഉദാഹരണത്തിന് മെഗിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. കാനഡയിലെ ടോപ്പ് 3 ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അവർക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അവരൊരു 11 മില്യൺ ഡെഫിസിറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ അവർ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവര് പ്രോഗ്രാംസിന് ഉള്ള ഫണ്ടിങ് അലൊക്കേഷൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാഫുകൾ സംബന്ധിച്ച് ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ ലേ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി, ആൽബർട്ടയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. കാൽഗറി യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം ഒരു 10 മില്യന്റെ റവന്യൂ ലോസ് കഴിഞ്ഞ ഒരു ടേമിൽ സംഭവിച്ചു, അല്ലെ കഴിഞ്ഞ വർഷം സംഭവിച്ചു. അതുപോലെ തന്നെ അവർ പല പ്രോഗ്രാംസ് ഇപ്പൊ ഫ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊവിൻഷ്യൽ ഫണ്ടിങ്ങിന് വേണ്ടി ഇപ്പം ഇങ്ങനത്തെ ഉള്ള യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഈ 2022-23 ടൈമില് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇൻഫ്ലക്സ് സംഭവിച്ചപ്പോഴത്തേക്ക് അവര് ഇന്റർനാഷണൽ ഫീസ് എന്നുള്ളത്
പടിപടിയായിട്ട് അങ്ങ് വർദ്ധിപ്പിക്കും. ഇപ്പൊ ഓരോ വർഷവും നമ്മൾ ഇന്റർനാഷണൽ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ഫീസ് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനെക്കാട്ടിയും ഏകദേശം ഒരു 50% to 70% ഹൈക്കിലാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡൊമസ്റ്റിക് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കനേഡിയൻ PR അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടുള്ള സ്റ്റുഡന്റിന് ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു $900 ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഒരു സ്റ്റുഡന്റിന് ഇഫ് ഹീസ് എ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഹി നീഡ് ടു പേ അറ്റ്ലീസ്റ്റ് $1,700. അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആണ് ഒരു കോഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഡബിൾ ആയിട്ട് കൂടുകയാണ്. അപ്പം ഇങ്ങനെ ഈ സ്റ്റുഡൻസിന്റെ ഹെഫ്റ്റി ആയിട്ടുള്ള ഫീസ് ചാർജ് ചെയ്ത ശേഷം ഈ ഫീസിൽ നിന്ന് കിട്ടുന്ന വലിയ എമൗണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറിക്ക് ഇപ്പം സംഭവിച്ച റവന്യൂ ലോസ്. അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ ഈ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ് കുറയും. അപ്പം ഈ ഇങ്ങനെ രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടുതൽ ചാർജ് ചെയ്ത് യൂണിവേഴ്സിറ്റീസ് ഫണ്ടിങ് സർപ്ലസ് ആയ സമയത്ത് കാനഡിയൻ ഗവൺമെന്റ് എസ്പെഷ്യലി പ്രൊവിൻഷ്യൽ ഗവൺമെന്റും ഫെഡറൽ ഗവൺമെന്റും യൂണിവേഴ്സിറ്റീസിന്റെ ഫണ്ടിങ് കുറച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം അവർ ഫീസിൽ നിന്ന് പൈസ കണ്ടെത്തുന്നു, അതുകൊണ്ട് പ്രൊവിൻഷ്യൽ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഫെഡറൽ ഫണ്ടിങ്ങോ ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ലെന്നുള്ള അവസ്ഥയായിരുന്നു. ബട്ട് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് 80% ഡ്രോപ്പ് ഇൻ ഇന്ത്യൻ ആപ്ലിക്കൻസ്. അപ്പൊ അത് വന്നപ്പോ തന്നെ ഒരു വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2023 ഇവിടെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അവര് കൊണ്ടുവന്ന ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇവിടുത്തെ എക്കണോമിക്ക് ഇതായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പുതിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് അനുസരിച്ച് വരാൻ പോകുന്ന ഒരു വർഷം 2025-2026 സംഭവിക്കാൻ പോകുന്ന ഏകദേശം $1 ബില്യൺ ഒരു എഫക്ട് കനേഡിയൻ എക്കണോമിയിൽ ഒരു കാസ്കേഡിങ് എഫക്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോഴത്തുള്ള ഒരു സൂചന. കാരണം ഇത്രയും വലിയ ഒരു ഡ്രോപ്പ് സംഭവിച്ചപ്പം കോളേജസിനും യൂണിവേഴ്സിറ്റീസിനും ഒക്കെ ഫണ്ടിങ് പോകുന്നു. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവർ പുതിയ ഒരു നയത്തിലേക്ക് പുതിയൊരു പദ്ധതി കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത് എസ്പെഷ്യലി പബ്ലിക് യൂണിവേഴ്സിറ്റീസും പിന്നെ ഈ പോളിടെക്നിക് പോലത്തുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ കമ്മ്യൂണിറ്റി കോളേജസിനൊക്കെ ഇപ്പം ഭയങ്കര ഒരു പ്രശ്നം സംഭവിച്ചു. പല യൂണിവേഴ്സിറ്റീസും പല കോളേജസും അവരുടെ ക്യാമ്പസുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്, കുറെ ടെമ്പററി സ്റ്റാഫിനെ പിരിച്ചുവിടുന്നുണ്ട്. പിന്നെ ഇപ്പൊ അവരൊക്കെ ഇപ്പൊ സർവൈവ് ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് അവരുണ്ടാക്കിയ സർപ്ലസ് ഫണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് കോൺസ്റ്റേറ്റീവ് കോളേജ് പോലുള്ള ഒരു കോളേജൊക്കെ ഏകദേശം ഒരു $200 മില്യൺ സർപ്ലസ് ഫണ്ട് അവരുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം കൂട്ടലിന്റെ വർക്ക് എത്തിയ കോളേജാണ്. പക്ഷെ $200 മില്യൺ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1,500 കോടി രൂപയോളം വരുന്ന വലിയൊരു ഫണ്ട് അവർക്കുണ്ട്. അപ്പൊ ആ ഒരു ഫണ്ട് അവരിങ്ങനെ കൺസ്യൂം ചെയ്ത് അത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആ കോളേജുകൾക്ക് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കോളേജുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലേക്ക് പോകും വിത്തിൻ 2 years. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാനഡ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം കുറച്ചുകൂടി സുതാര്യമാക്കി കുറച്ച് ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നിൽക്കാതെ ഈ ഏജൻസികൾക്ക് അങ്ങനത്തുള്ള ഈ കമ്മീഷൻ കൊടുത്തുള്ള പരിപാടികളൊക്കെ നിർത്തിയ ശേഷം ശരിക്കും റിയൽ മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം കൊണ്ടുവരിക, വിദ്യാർത്ഥികളുടെ കഴിവ് നോക്കുക, ലാംഗ്വേജ് നോക്കുക, സ്കിൽസ് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഈ +2 കഴിഞ്ഞ പിള്ളേരെയൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും 10, 15, 20 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കോളേജുകൾ ചേർക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കോഴ്സ് ഡിഗ്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 year മിനിമം വർക്ക് എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കനേഡിയൻ എക്കണോമിക്കും കനേഡിയൻ ജോബ് മാർക്കറ്റിനും അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അല്ലാതെ ഈ ജസ്റ്റ് ഈ പഠിച്ച പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ കോളേജുകളിൽ ചേർത്തിട്ട് ഡിപ്ലോമ മിൽ സ്കാം നടത്തുന്നതിനെയും ഗവൺമെന്റ് അത് മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോഴത്തെ പ്രൊആക്റ്റീവ് മെത്തേഡ്സ് എടുത്തത്. ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇത് തിരിച്ചടിയാണ്. ബട്ട് ഒരു കാനഡയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥിതികൾ വഷളാവുന്ന ഉള്ള ഒരു സാഹചര്യം എത്തിയോണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു നടപടി സ്വീകരിച്ചത്. ജഗത്, അവിടെ വേറൊരു പ്രധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഈവൻ അത് വിദ്യാർത്ഥികൾ വരുന്നു, ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചു പോയാൽ തന്നെ പോസ്റ്റ് സ്റ്റഡി വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പല ആളുകളും കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നതിന് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനേക്കാൾ ഉപരിയായി കാനഡ അക്രഡിറ്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവിടെ തന്നെ താമസിച്ച് ജീവിതം ആരംഭിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും നിലവിൽ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നു, ഒരുപാട് ചുരുക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുക? കാനഡയിൽ പഠിക്കുക, വേണമെങ്കിൽ വന്ന് പഠിക്കുക, പഠിച്ചിട്ട് പൊയ്ക്കൊള്ളുക എന്നാണോ കാനഡ പറയുന്നത്? എക്സ്പ്ലിസിറ്റ്ലി നമ്മളിപ്പം കാനഡയ്ക്ക് സ്റ്റുഡന്റ് വിസ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയോ എന്തെങ്കിലും ഒരു വിസ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ഒരു ഇന്റന്റിലായിരിക്കണം നമ്മൾ SOP തയ്യാറാക്കി കൊടുക്കേണ്ടത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഇന്റന്റ് പറഞ്ഞിരിക്കും, നമ്മൾ വരുന്നത് പഠിക്കാനാണ്, പഠിച്ച സ്കില്ല് നേടിയ ശേഷം ആ സ്കില്ല് ഞാൻ എവിടെ നിന്നാണോ വന്നത് ആ രാജ്യത്തേക്ക് തിരിച്ചുപോയി അവിടെ പ്രയോഗിക്കും എന്നുള്ള രീതിയിൽ ഒരു ഇന്റന്റിൽ നമ്മൾ SOP കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റുഡന്റ് വിസ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് വിസ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് അപ്ലൈ ആവത്തുള്ളൂ. കാരണം നമ്മൾ കാനഡയിലേക്ക് ഒരു വിസ കിട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് തിരിച്ചു പോകാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നമ്മൾ വരേണ്ടതെന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. അത് 100% അണ്ടർസ്റ്റുഡ് ആണ്. ഇല്ല, ഇതിന്റെ പുറമെ നമുക്ക് അവിടെ നിൽക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. അല്ലാതെ ഞാൻ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ കാനഡയിലേക്ക് വന്നു, ഇനി വന്നു കഴിഞ്ഞാൽ ജീവിത രക്ഷപ്പെട്ടു, അല്ലെ ഞാൻ ഇവിടെ എല്ലാ കാലവും ഇവിടെ നിൽക്കും, ഇല്ല, അങ്ങനൊന്നും വിചാരിക്കുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. നിങ്ങൾ വന്നു, നിങ്ങൾ യു ആർ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ലക്ക് ഫേവേഴ്സ് ദ ഹാർഡ് വർക്കിംഗ് എന്നാണ് പൊതുവെയുള്ള ഒരു പോളിസി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി, രണ്ട് സിനാരിയോ ഞാൻ വേണമെങ്കിൽ പറയാം. ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, ഒരു 18 അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കേരളത്തിൽ നിന്ന് +2 കഴിഞ്ഞിട്ട് ഇവിടെ എത്തി, കാനഡയിലെത്തി, ഒരു കോളേജിൽ പോയിട്ട് ഒരു കോഴ്സ് പഠിച്ചു, എന്തെങ്കിലും ഒരു ഡിപ്ലോമ മിൽ പോലത്തെ ഒരു കോളേജിൽ പോയിട്ട് ഒരു കോഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച ശേഷം രണ്ടു വർഷം ഇവിടെ നിന്ന ശേഷം അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് എലിജിബിലിറ്റി ഉണ്ട്, 3 വർഷം അവർക്ക് നിൽക്കാം ഇവിടെ. ബട്ട് ഓൺ സം സർട്ടൻ കണ്ടീഷൻസ്. ഇപ്പം അതിനൊരു കണ്ടീഷൻസ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പോലും വീണ്ടും ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കേണ്ടി വന്നു. മറ്റേത് അതിന്റെ ആവശ്യമില്ല. നാട്ടിൽ നിന്നും ലാംഗ്വേജ് ടെസ്റ്റ് എടുത്ത്, അല്ലെ ALTS ടോഫലോ അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും ടെസ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞ് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിത്തം തീരുമ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം അവര് വീണ്ടും ലാംഗ്വേജ് ടെസ്റ്റ് അവർ എടുക്കുന്നുണ്ട്. ലാംഗ്വേജ് ടെസ്റ്റ് എടുത്തിട്ട് അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടിയില്ല, അവര് പറയുന്ന ബെഞ്ച് മാർക്ക് പോയിന്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, 90 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് കിട്ടിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് പഠിച്ചു തീരുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ തിരിച്ചു കൊണ്ടി വരും. അതും ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ കാര്യം കൂടെ പരിശോധിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു 3 വർഷത്തെ ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി പെർമിറ്റ് നമുക്ക് കിട്ടിയാലും ദാറ്റ് ഡസന്റ് ഗ്യാരണ്ടി യുവർ PR ഹിയർ. നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടിയ ശേഷം ഓരോ പ്രോവിൻസിലും നിങ്ങൾ നിൽക്കുന്ന പ്രോവിൻസുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോവിൻസിലുള്ള ലേബർ ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ജോബുകളോ ജോബ് ഓഫറോ ഒക്കെ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് മിനിമം അറ്റ്ലീസ്റ്റ് 1 year എങ്കിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു PR സ്ട്രീമിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ കോഡ് നോക്ക് കോഡ് അനുസരിച്ചിട്ടുള്ള PR അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആണ്. ഇപ്പൊ ഗവൺമെന്റ് ഈ പറഞ്ഞ IRCC അതിനകത്തൊക്കെ ഇപ്പൊ ഭയങ്കര നോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രൊവിൻസിനും ഇപ്പൊ കുറെ നോംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ സെനാരിയോ പറഞ്ഞു, ഒരു +2 കഴിഞ്ഞ കുട്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരിയും അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർ പഠിച്ച കോഴ്സ് ഏതാണ്, ആ പഠിച്ച കോഴ്സിന് PR-നുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടോ, ഫ്യൂച്ചർ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് PR ഫ്യൂച്ചർ ഉള്ള വേറെ കോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം. ഇനി ഞാൻ വേറൊരു സിനാരിയോ പറയാം. അപ്പൊ ഒരു ഡിഗ്രി കഴിഞ്ഞു, ഒരു 5-8 വർഷം എക്സ്പീരിയൻസ്, ഒരു മിനിമം 5 year എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന ശേഷം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ, പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വന്നിട്ട് ഒരു മാസ്റ്റേഴ്സ് ചെയ്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ BTech കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ ഒരു 5 വർഷമൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും കുറച്ച് ഇപ്പം മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഏതെങ്കിലും മേഖല, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്ന് മാസ്റ്റേഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ചിലപ്പോൾ നല്ല സ്കോളർഷിപ്പുകളൊക്കെ കിട്ടും. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഫീ വേവിയർ കിട്ടും, സ്കോളർഷിപ്പ് കിട്ടും, പിന്നെ മറ്റുള്ള ഫണ്ടിങ്ങുകൾ കിട്ടും. അപ്പൊ അതിനൊക്കെ നല്ല ചാൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഫണ്ടിങ് ലഭിക്കും. അവർക്ക് വലിയ ഫീസ് ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് മാത്രം അടച്ചാൽ മതി, സെക്കൻഡ് ഇയർ ഫീസ് വേവർ കിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കേസ് ടു കേസ് ഡിപ്പെൻഡന്റ് ആണ്. ഞാനൊരു ജനറൽ സിനാരിയോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ ഈ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ഇവർക്ക് 5 year എക്സ്പീരിയൻസ് നാട്ടിൽ നിന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ഇവിടെ കൗണ്ട് ചെയ്യും. നമുക്ക് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇവിടെ കൗണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർ പഠിച്ചിറങ്ങി പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് PR അപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിനാരിയോയിലൂടെ കൂടി എനിക്ക് ആൾക്കാർ പരിചയമുണ്ട്. ഇതുപോലെ തന്നെ 2 വർഷം കൊണ്ട് പഠനവും നടത്തി അതിനുള്ളിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് സ്റ്റഡി പെർമിറ്റും കിട്ടി. അതിനുശേഷം
PR എടുത്ത് ഒരു 2-3 വർഷത്തിനുള്ളിൽ PR കിട്ടിയ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. 8 വർഷമായിട്ടും ഇപ്പോഴും സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടാമത് സ്റ്റഡി ചെയ്തു, പിന്നെ വർക്ക് പെർമിറ്റ് എടുത്തു, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയും ഇവിടെ കാണാൻ പറ്റും. 8 വർഷമായിട്ടും PR കിട്ടാത്തവരുണ്ട്, 3 വർഷം കൊണ്ട് PR കിട്ടിയവരുണ്ട്. ബട്ട് ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻഡിവിജ്വൽ കേസ് ആണ്, ഇൻഡിവിജ്വൽ സ്കിൽസ് ആണ്, ഇൻഡിവിജ്വൽ കഴിവാണ്, ഇൻഡിവിജ്വൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, കാനഡ മെറിറ്റിനെ ഇപ്പോഴും എൻഡോസ് ചെയ്യുന്നുണ്ട്. മെറിറ്റോറിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഫ്യൂച്ചർ. അവിടെ അച്ഛനും അമ്മയുടെ പുറത്തൊന്നും ഡിസിഷൻ ഇല്ല. അപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് കാനഡയ്ക്ക് ഫർദർ സ്റ്റഡീസിന് പോകണം, ഞാൻ തന്നെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നു, ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഏജൻസി എടുത്തൊന്നും പോകുന്നില്ല. അങ്ങനെ വരുന്നത് രണ്ട് കേസാണ്. അപ്പൊ നമ്മൾ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ പുറത്ത് ഇടാൻ പറ്റത്തില്ല. PR കിട്ടും, കിട്ടാതിരിക്കാം, ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ മെറിറ്റ്. തീർച്ചയായിട്ടും. ജഗത്ത്, എന്തായാലും മറ്റൊരു അവസാനമായ ഒരു ചോദ്യം കൂടി. അടിയന്തരമായി കാനഡ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ, പ്രധാനമായിട്ടും ഇപ്പോ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി കോളേജുകളല്ല, അല്ലാതെ യൂണിവേഴ്സിറ്റികളെ കൂടി ബാധിക്കുന്ന ഒരു സാധ്യതയിലേക്ക് വരുന്നു. കാനഡയെ സംബന്ധിച്ചും അത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അത്ര ഭൂഷണമായ ഒരു മാറ്റമൊന്നുമല്ല. അപ്പം അവരെടുക്കേണ്ടുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? കാനഡയിലെ വിദ്യാഭ്യാസം, കാര്യം കാനഡയെ സംബന്ധിച്ച് ഒരുപാട് റിസോഴ്സുകൾ പ്രധാനമായി ഈ ഏരിയയിൽ ഉള്ളത് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഇൻകം ജനറേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ വിദ്യാർത്ഥികളുടെ വരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാട്ട് കൈൻഡ് ഓഫ് മെഷേഴ്സ് ദേ ഹാവ് ടു ടേക്ക് എന്നൊരു ചോദ്യമാണ് ബാക്കിയാ. യൂണിവേഴ്സിറ്റീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അധികാരം മാറി, ഇപ്പം പുതിയ പ്രൈം മിനിസ്റ്റർ അധികാരത്തിൽ വന്നു. അപ്പൊ അദ്ദേഹം ഇനി എന്തൊക്കെയാണ് പോളിസീസ് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന്റെ കൂടെ തന്നെ ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ വർഷം ലേറ്റ്ലി. അപ്പൊ ഇതെല്ലാം ഡിപ്പെൻഡന്റ് ആണ് കാനഡയിലെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിട്ട്. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാനഡയിലെ യൂണിവേഴ്സിറ്റീസിനെ സംബന്ധിച്ച് സ്റ്റുഡൻസ് എൻറോൾമെന്റ് കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ബ്രൂൺസ്വിക്കിലെ ഇന്റർനാഷണൽ പ്രോഗ്രാം അഡ്വൈസറുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവർ ഏകദേശം 40ഓളം ആപ്ലിക്കൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കെല്ലാം ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 40ഓളം ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനകത്ത് ആകെ 3 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഒരാൾക്ക് മാത്രമേ വിസ അപ്രൂവ് ആയിട്ടുള്ളൂ. 40-ൽ 2 പേര് ഇന്റേണൽ കാൻഡിഡേറ്റ് ആയിരുന്നു, കാനഡയിൽ ഉള്ളവരായിരുന്നു, ഒരാൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വന്നത്. ഇപ്പൊ ഇപ്രാവശ്യം ഇതിലും ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആരും അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്, ഗ്യാന, നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് അപ്ലൈ ചെയ്തത് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ കോഴ്സിന് വേണ്ടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് അവർക്ക് വിസ കൊടുക്കാൻ ഗവൺമെന്റിന്റെ IRCC സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം അവർ ഗവൺമെന്റ് ഒഫീഷ്യൽസ് സ്കെപ്റ്റിക്കലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 4,37,000-ഓളം സ്റ്റഡി പെർമിറ്റുകളാണ് ടോട്ടൽ കാനഡയിൽ അവർ ഇഷ്യൂ ചെയ്തത്. അതായത് ഇപ്പം ഈ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു ഈ സ്റ്റേറ്റില്. അപ്പം ഇനി ഫർദർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം ആ ഒരു ലെവലിലേക്ക് ഇത് താഴുമെന്നാണ് ഇപ്പോഴത്തുള്ള ഒരു പ്രൊജക്ഷൻ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് യൂണിവേഴ്സിറ്റീസിനും പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിനും കോളേജസിനായാലും അടച്ചുപൂട്ടൽ ഭീഷണിയൊക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്റർവെൻഷൻ വേണമെന്ന് ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു കൊയലേഷനൊക്കെ ഇപ്പം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം പല യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമാരും അവര് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഇന്റർനാഷണൽ എൻറോൾമെന്റ് കുറഞ്ഞത് കാരണം ഗവൺമെന്റ് കൂടുതൽ ഫണ്ടിങ് കൊടുക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡിസിഷൻസ് ഒക്കെ പോളിസി ഡിസിഷൻസ് ആണ്. അതൊക്കെ നമുക്ക് സ്പെക്ടേറ്റേഴ്സ് ആയിട്ടിരുന്ന് കാണാനേ പറ്റും. പിന്നെ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് നോക്കാം. ബട്ട് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. അങ്ങനത്തെ ഉള്ള ഒരു ഇതും വെച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ റിസർച്ച് ചെയ്യുക, നല്ല കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും എടുക്കുക. ഈ +2 കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഡിപ്ലോമ മിൽ സ്കാമിനകത്ത് പെടാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഷോർട്ട് കട്ട് നോക്കാതെ നിങ്ങൾ ഇപ്പം +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം എടുത്തും നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. നാട്ടിൽ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടുത്തെ ബാംഗ്ലൂരോ അല്ലെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കുക. ബാച്ചിലേഴ്സോ ബിടെക്കോ അങ്ങനത്തെ BSCയോ അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച ശേഷം ആ സമയത്ത് നിങ്ങൾ ഒരു നല്ല അക്കാഡമിക് ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക. സപ്ലിമെന്ററി പേപ്പേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഫെയിലിയർ ഒന്നും ആവാതെ നല്ല രീതിയിൽ നിൽക്കുക. നിങ്ങൾ അതുപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്ന കോളേജുകളിൽ പോവുക. അങ്ങനത്തെ യൂണിവേഴ്സിറ്റി ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. ബിറ്റ്സ്,
പിന്നെ അശോക യൂണിവേഴ്സിറ്റി, പിന്നെ ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ അമൃത യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിച്ച് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്ത ശേഷം അതിന്റെ കൂടെ തന്നെ ഒരു ഇന്റേൺഷിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നിങ്ങളൊരു മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് US, ഇപ്പം കാനഡ തന്നെ വരണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ US പോകാം. US കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണ്. ഞാൻ കാനഡ മോശമാണെന്നല്ല അതിന് പറയുന്നത്, അതിന്റെ പേരിൽ തന്നെ ആരും പറയാനുണ്ട് ഈ വീഡിയോയുടെ അടിയിൽ. അപ്പം US ഒരു പ്രോസ്പെക്ട് എന്ന് വെച്ചാൽ US ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏകദേശം ഒരു 3000 യൂണിവേഴ്സിറ്റീസ് US ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയും US ഓൾമോസ്റ്റ് സിമിലർ ആണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ബട്ട് US മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കൂടുതലാണെന്നാണ് ആൾക്കാരുടെ ഒരു ഇത്. പക്ഷേ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് മെറിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഫണ്ടിങ് ഒക്കെ എടുക്കാൻ പറ്റും. സെയിം കാനഡ പോലെ തന്നെയാണ് ഈ കാനഡയിൽ. ബട്ട് US യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് US നമ്മുടെ നാട്ടില് എസ്പെഷ്യലി കേരളത്തിൽ അത്ര ഒരു പോപ്പുലർ അല്ലാത്തതിന്റെ കാരണം US യൂണിവേഴ്സിറ്റീസും അങ്ങനത്തെ ഉള്ള ആൾക്കാർ കമ്മീഷൻ ഒന്നും കൊടുത്ത് കുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന പരിപാടി അവർക്കില്ല. കാരണം US ഈസ് ഒരു ഫേമസ് എഡ്യൂക്കേഷൻ മാർക്കറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ അവർക്ക് ഏജൻസികളൊന്നും ഇവിടെ വന്ന് ഇങ്ങനെ ഏജന്റിന് കമ്മീഷൻ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും US നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നല്ല സ്റ്റുഡീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് US പോകാൻ പറ്റും. അതേ സെയിം ചാൻസ് തന്നെയാണ് UK ഈ ഏജൻസി വഴി നിങ്ങൾ തട്ടിക്കോട്ട് യൂണിവേഴ്സിറ്റിയിലും ഇവിടെ പോകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഒരു കോളേജ് ഒരിക്കലും ഇപ്പൊ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയോ കൊളംബിയയോ MITയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയോ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ഒന്നും നാട്ടിലെ ഏജൻസിനെ വെച്ചിട്ടല്ല ഇവിടെ വിദ്യാർത്ഥികളെ എടുക്കുന്നത്. അതിന്റെ റെപ്യൂട്ടേഷൻ നോക്കിയ ശേഷം അവർ സ്റ്റുഡൻസിന്റെ ഇൻഡിവിജ്വൽ മെറിറ്റ് അനുസരിച്ചാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു മാസ്റ്റേഴ്സ് കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നുള്ള അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ പഠിപ്പിച്ച നിങ്ങളുടെ പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള റെഫറൻസും റെക്കമെൻഡേഷനും ഒക്കെ അതിന് വാല്യൂ ഉണ്ട്. അതുപോലെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വോളണ്ടിയർ ആക്ടിവിറ്റീസും എല്ലാം അവര് നോക്കും ഇങ്ങനത്തെ ഉള്ള ഇതിൽ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നിങ്ങളൊരു അതായത് ഈ +2 കഴിയുമ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു ബിടെക് കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലല്ല ഇതിന് തയ്യാറെടുക്കേണ്ടത്. നിങ്ങൾ ഡിഗ്രിക്ക് പോകുമ്പോഴോ അല്ലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കും. കാരണം ഇതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, കാരണം ഞാൻ നാട്ടിൽ IIT വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും പ്ലാൻ ചെയ്ത് അവരുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് തന്നെ അവര് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് US അല്ലെന്നുണ്ടെങ്കിൽ വലിയ കമ്പനീസിൽ ഇപ്പൊ ബോയിങ് എയർബസ് പോലുള്ള വലിയ കമ്പനീസ് മെക്കാനിക്കൽ സ്റ്റുഡൻസ് അല്ലെ എയറോസ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് പോവുക. ഇന്റേൺഷിപ്പ് പോകുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടും, അവിടുന്ന് റെഫറൻസ് നമുക്ക് എടുക്കാം. അതൊക്കെ വെച്ച് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. ഒരു 2 to 3 years വർക്ക് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, എവിടുന്നൊക്കെ നമുക്ക് അഡ്മിഷൻസിനുള്ള സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യാന്നുള്ള അങ്ങനെ റിസർച്ച് ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജെന്യുവൻലി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലക്ക് ഫേവേഴ്സ് ദ ഹാർഡ് വർക്കിംഗ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ ലക്ക് അപ്പം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ജഗത്, എന്തായാലും കാനഡയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നമുക്കറിയാം കാർണി അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും തീർച്ചയായും ഉണ്ടാകും. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്നാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജഗത്ത് പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. കാനഡയെ എന്താ പറയാ, നിങ്ങൾ വന്ന് പഠിച്ച് അവിടെ ജീവിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാം എന്നതിനേക്കാൾ ഉപരിയായി അതിനെ ഒരു മെറിറ്റ് ഓറിയന്റഡ് ആയിട്ട് കാനഡ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്വാളിറ്റി ലൈഫാണ് വേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ജഗത്. താങ്ക് യു.